നമസ്കാരം. മന്ത്രി എന്ന നിലയിൽ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ മിടുക്കിനെക്കുറിച്ച് രാഷ്ട്രീയ എതിരാളികൾ പോലും കുറ്റം പറയും എന്ന് ഞാൻ കരുതുന്നില്ല. പ്രഗത്ഭനാണ്, കാര്യങ്ങൾ ചെയ്യാനറിയാം. അത് വലിയ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി അധികാരത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ മുൻപ് മന്ത്രി എന്ന നിലയിൽ മുമ്പ് മന്ത്രി എന്ന നിലയിൽ ട്രാക്ക് റെക്കോർഡ് തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവസാനം കിട്ടിയ 2 വർഷക്കാലം KSRTC ശരിയാക്കിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മന്ത്രി. ഒരുപാട് മെച്ചപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. കളക്ഷൻ റെക്കോർഡ് ഇട്ട വാർത്ത നമ്മൾ കേട്ടു. ടൂറിസവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന സർവീസുകളൊക്കെ വലിയ ലാഭത്തിലാണ്. അങ്ങനെ 2 വർഷം കൊണ്ട് KSRTC ശരിയാക്കിയെടുക്കുന്ന മന്ത്രി പക്ഷേ വായിലിരിപ്പ് കൊണ്ട് പലപ്പോഴും വിവാദത്തിലാവാറുണ്ട്. മാധ്യമങ്ങളോട് എപ്പോഴും അകലം പാലിച്ച് നിൽക്കുന്ന സ്വഭാവക്കാരനാണ്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ആ അകലം അല്പം മാറ്റി മാധ്യമങ്ങളുടെ മുമ്പിൽ എത്താൻ ശ്രമിച്ച മന്ത്രി വീണ്ടും പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ദീർഘകാലത്തിന് ശേഷം അദ്ദേഹം ഒരു മാധ്യമ സ്ഥാപനത്തിന് ദൈർഘ്യമേറി ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മറുനാടനാണ്. കഴിഞ്ഞ ദിവസം മറുനാടൻ്റെ തിരുവനന്തപുരം പട്ടത്തെ പുതിയ സ്റ്റുഡിയോയിലെത്തി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ 2.5 മണിക്കൂർ നീണ്ട സംഭാഷണമാണ് നടത്തിയത്. അതിൻ്റെ 1ാമത്തെ എപ്പിസോഡ് ഇന്ന് ഞങ്ങൾ മറുനാടൻ സ്പെഷ്യലിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നു. ഈ 1ാമത്തെ എപ്പിസോഡിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ അഭിമുഖം കഴിയുമ്പോൾ എനിക്ക് തോന്നിയത് ഈ അഭിമുഖം ഗണേഷ് കുമാറിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുമെന്നാണ്. ഗണേഷ് കുമാർ പൊതുസമൂഹത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിംഗ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് വിഷയങ്ങളെക്കുറിച്ചുള്ള ഗണേഷ് കുമാറിൻ്റെ നിലപാട്, ആ നിലപാടിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുമെന്നും ഗണേഷ് കുമാറിന് ഈ അഭിമുഖം ഗുണകരമാകും എന്നുമായിരുന്നു എൻ്റെ വിലയിരുത്തൽ. വാർത്തകളിലും അഭിപ്രായ പ്രകടനങ്ങളിലും അഗ്രസീവായ നിലപാടെടുക്കുമ്പോൾ അഭിമുഖങ്ങളിൽ ഞാൻ എടുക്കുന്ന നിലപാട് നമ്മുടെ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നവർക്ക് പറയാനുള്ളത് പറയാൻ അവസരം കൊടുക്കുക, അവരോട് ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാനല്ല, അവരോട് ചോദ്യം ചോദിച്ച് പറയാനുള്ളത് പറയിക്കാനാണ് അഭിമുഖം എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ നിർഭാഗ്യകരെന്ന് പറയട്ടെ, ഈ അഭിമുഖം സംപ്രേഷണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഗണേഷ് കുമാർ ഒരു പുലിവാല് പിടിച്ചു. ഒരു കാര്യവുമില്ലാത്ത പുലിവാല്. എന്തിനാണ് ഗണേഷ് കുമാർ ഇങ്ങനൊരു അബദ്ധത്തിൽ ചെന്ന് ചാടിയതെന്ന് എനിക്കിപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. ഗണേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് ചാണ്ടിയുമ്മൻ രംഗത്ത് വന്നിരുന്നു. അതിന് അദ്ദേഹം കൃത്യമായ മറുപടി തന്നെ ഞങ്ങളുടെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ വികാരമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ചാണ്ടിയുമ്മൻ അപ്പുറത്തേക്ക് കടന്ന് ഉമ്മൻചാണ്ടി അധിക്ഷേപിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്കിപ്പോഴും പിടികിട്ടുന്നില്ല. ഇതിനെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻസ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിസാസ്റ്ററാണ്. അദ്ദേഹം ഇതിൻ്റെ പത്രസമ്മേളനം വിളിച്ചതുപോലും KSRTCയുടെ നവീനമായ ഒരു രീതിയെക്കുറിച്ച് പറയാനായിരുന്നു. ചിക്കിങ്ങുമായി അവർ ധാരണയിലെത്തുന്നു. KSRTCയിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്നവർക്ക് മൊബൈൽ ആപ്പിലൂടെ ഓർഡർ ചെയ്യാം ഫുഡ്. അടുത്ത സ്റ്റോപ്പ് തിരുവനന്തപുരത്ത് വിളിക്കുന്ന ഒരാൾക്ക് എവിടെയാണ് ഫുഡ് വേണ്ടതെന്ന് പറയുക. കിളിമാനൂറാണോ അല്ലെങ്കിൽ കൊട്ടാരക്കരയാണോ ആയൂരാണോ ഏത് ഡിപ്പോയിലാണോ എത്തേണ്ടത് അവിടെ അവരുടെ സീറ്റിൽ കൊണ്ടുവന്ന് ചിക്കിങ്ങിൽ ഓർഡർ ചെയ്യുന്ന സാധനം കിട്ടും. അതിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയാണ് ഇന്നലെ പത്രക്കാരെ വിളിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അവർ ചാണ്ടിയുമ്മനെക്കുറിച്ച് ചോദിക്കും എന്നറിയേണ്ടതാണ്. പക്ഷെ അപ്പോൾ ചോദിച്ചപ്പോൾ ആ കെണിയിൽ വീഴരുതായിരുന്നു. ചാണ്ടിയുമ്മനെക്കുറിച്ച് മറുപടി പറഞ്ഞോട്ടെ. എന്തിനാണ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കാൻ ഇറങ്ങിയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം ചാണ്ടിയുമ്മൻ്റെ പ്രസംഗമാണ്. ചാണ്ടിയുമ്മൻ പത്തനാപുരം മണ്ഡലത്തിൽ വന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തുന്നു. ഗണേഷ് കുമാറിനെ സ്വന്തം മകനെ പോലെ എന്നെപ്പോലെ തന്നെ കരുതിയിരുന്നു ഉമ്മൻചാണ്ടി. പക്ഷേ വളരെ വേദനാജനകമായിരുന്നു അച്ഛനോട് ഗണേഷ് കുമാർ ചെയ്ത കുറ്റം എന്നായിരുന്നു ചാണ്ടിയുമ്മൻ്റെ കുറ്റപ്പെടുത്തൽ. പ്രിയപ്പെട്ട ബാലകൃഷ്ണപിള്ള സാറുമായിട്ടുള്ള അടുത്ത ബന്ധം ഞാൻ ഓർക്കുമായിരുന്നു. ഇങ്ങനൊരു കാര്യം ശ്രീ ഗണേശന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞങ്ങളാരും സ്വപ്നം വിചാരിച്ചില്ല. കാരണം എന്റെ പിതാവ് ഇപ്പൊ സൂചിപ്പിച്ചു എന്നെക്കാട്ടി സ്നേഹിച്ചു ഞാൻ സമ്മതിച്ചു തരത്തില്ല. പക്ഷെ അത്രത്തോളമെങ്കിലും സ്നേഹിച്ചു കാണും. 9 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ക്രൂരമായ വിനോദം, ആ ക്രൂരമായ വിനോദമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിപ്പിച്ചത്. 18 പേജുള്ള കത്ത് എങ്ങനെ 21 പേജുള്ളതായത്? 24. എങ്ങനെയാണ് കൂടുതൽ പേരുകൾ എഴുതി ചേർത്തത്? കഴിഞ്ഞ കുറെ നാളുകളായി ഇടതുപക്ഷം പിന്തുടരുന്നത് ഒരു വേട്ടയാടലിന്റെ സമീപനമാണ്. അത് അവഗണിക്കായിരുന്നു ഗണേഷ് കുമാർ ചെയ്യേണ്ടത്. ഇനി അഥവാ മറുപടി പറയുന്നുണ്ടെങ്കിലും ചാണ്ടിയുമ്മന് മറുപടി പറയാമായിരുന്നു, ഉമ്മൻചാണ്ടിയെ വലിച്ചിഴക്കരുതായിരുന്നു. പക്ഷേ ആവേശഭരിതനായി ഉമ്മൻചാണ്ടി തൻ്റെ ജീവിതം തകർത്തു, തൻ്റെ കുടുംബം തകർത്തു, വേർപെടുത്തി, ഉമ്മൻചാണ്ടി മോശക്കാരനാണ് എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചു. ഇലക്ഷൻ വരുമ്പോൾ ഉമ്മൻചാണ്ടി ദ്രോഹിച്ചു എന്ന് പറഞ്ഞ പുതിയ കഥ. ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയുമ്മൻ അറിയാത്ത ഒരു സീക്രട്ട് ഈ ഇലക്ഷന്റെ തലയ്ക്ക് തലേന്ന് ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. CBI എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മൊഴി ആർക്കാണെങ്കിലും പരിശോധിക്കാം. ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തി ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ്.
ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മൊഴിയാണ് എൻ്റെ. ഞാൻ ഈ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ച വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ടു വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയൂ? ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയൂ? എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. സത്യത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലേക്ക് ഗണേഷ് കുമാർ വീണുപോയി. ഗണേഷ് കുമാറിന് അനുകൂലമായി ചിന്തിച്ചവർ പോലും ഇയാൾക്ക് ഇത് എന്തിൻ്റെ ഭ്രാന്താണ് എന്ന് ചോദിക്കുന്ന അവസ്ഥ രൂപപ്പെട്ടു. ഉമ്മൻചാണ്ടി മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഒരിക്കലും താൻ ആരാണ് എന്ന് പോലും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ല. അദ്ദേഹം അനാവശ്യമായി ഈ സമൂഹത്തിൽ വേട്ടയാടപ്പെട്ടു. അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി. ഇതിൽ ഒരുപാട് പേരുടെ ഗൂഢാലോചന ഉണ്ടായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതുകൊണ്ട് ഗണേഷ് കുമാറും ആ ഗൂഢാലോചനയുടെ ഭാഗമായി എന്നാണ് കേരള ജനത വിശ്വസിക്കുന്നത്. ആ വിശ്വാസം മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നും ഗണേഷ് കുമാറിൻ്റെ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ ഗണേഷ് കുമാർ ആ ചൂണ്ടയിൽ പോയി കോർക്കരുതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഗണേഷ് കുമാർ മറുപടി പറഞ്ഞ് സ്വയം കുഴിയിൽ ചാടി. ഗണേഷ് പറഞ്ഞതിനൊന്നും വിശ്വാസ്യതയില്ല. ഗണേഷ് 2 തവണയാണ് രാജിവെക്കുന്നത്. ആദ്യം 2001 മന്ത്രിയായ ഗണേഷ് 2003 രാജിവെച്ചു. അതിന് കാരണം തൻ്റെ പിതാവായ ബാലകൃഷ്ണപിള്ളയ്ക്ക് കേസുള്ളത് കൊണ്ട് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. കേസിൽ കുറ്റവിമുക്തനായപ്പോൾ മന്ത്രിസ്ഥാനം കിട്ടുന്ന സാഹചര്യമുണ്ടായി. ആലോചിക്കാതെ തന്നെ രാജിവെച്ചു. ഗണേഷ് കുമാർ ഞങ്ങളോടുള്ള അഭിമുഖത്തിന് പറഞ്ഞു, ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഞാനപ്പോൾ തന്നെ രാജിവെച്ച് അച്ഛനോട് പോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം ലീഡറാണ് പറഞ്ഞത് ഗണേശൻ തന്നെ മന്ത്രിയാകുകയാണ് തൽക്കാലം. അച്ഛൻ അസ്വസ്ഥനായിരുന്നിരിക്കില്ല ആ സമയം. അച്ഛനത് ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് അച്ഛനത് സമ്മതിക്കില്ലായിരുന്നു. അച്ഛൻ സമ്മതിച്ചത് NSSൻ്റെയും SNDPയുടെ ഒക്കെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. അവരെല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ അത് കൊടുക്കണം, അവസരം നഷ്ടപ്പെടുത്തരുത്, അവസരം നഷ്ടപ്പെടുത്തരുത്, കൊടുക്കണം, അത് നമുക്ക് കേസ് തീരുമ്പോൾ മാറാം. കേസ് തീർന്നതിൻ്റെ അന്ന് തന്നെ മാറിയല്ലോ. 11 മണിക്ക് കേസിൻ്റെ വിധി വന്നു സുപ്രീം കോടതിയിൽ. 12:30 മണിക്ക് ഞാൻ രാജിവെച്ചു. 12 മണിക്കുമ്പോൾ രാജി രാവിലെ എഴുതി. നാളെ വിധി വരും, വിധി അനുകൂലമായാലും പ്രതികൂലം അനുകൂലമായിരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാവിലെ 8:30 മണിക്ക് രാജി കത്തടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് അസംബ്ലിയിലേക്ക് പോകുന്നത്. അസംബ്ലി നടക്കുന്ന സമയത്താണ്. അങ്ങനെ ഞാനൊരു KV തോമസ് മാസ്റ്ററുമായിട്ടൊരു, അന്നേരം ടൂറിസം മന്ത്രിയാണ്, അദ്ദേഹമായിട്ടൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ്റെ കേസ് വിട്ടു എന്നറിയുന്നത് സുപ്രീം കോടതി. അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ എഴുന്നേറ്റു. യോഗം ഇനി മതി എന്ന് പറയുന്നത്. എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എറണാകുളത്ത് ബോട്ട് ചെട്ടിയിൽ ഒരു സമുച്ചയം നിർമ്മിക്കുന്ന മീറ്റിംഗ് ആയിരുന്നു. ടൂറിസമായിട്ട് ഒരു ബോട്ട്, ഒരു അരീന പോലെയൊക്കെ ചെയ്തിട്ട് അവിടെ നല്ല ഇപ്പോഴത്തെ ആ ബോട്ട് ചെട്ടി കിടക്കുന്ന സ്ഥലത്ത്, ആ ബസ് സ്റ്റാൻഡ് കിടക്കുന്നത്. അപ്പം ഞാൻ അച്ഛൻ കേസിന് വിട്ടു, ഞാൻ രാജിവെക്കുകയാണെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് കൊടുക്കുന്നു. നേരെ സെക്രട്ടേറിയറ്റിൽ പോയി ആന്റണി സാറിനെ കണ്ടു. പ്രതികരണം എന്തായിരുന്നു? അല്ല, അതെന്തിനാ ഇപ്പോൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അച്ഛനോടും ചോദിച്ചില്ല രാജിവെക്കാൻ. ഞാൻ പറഞ്ഞ വാക്കുണ്ട്, അച്ഛൻ എപ്പോൾ കേസ് ഇരുന്നു അന്ന് രാജിവെക്കുന്നു പറഞ്ഞു. ആ മണിക്കൂറിൽ തന്നെ 11 മണിക്ക് വിധി വന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അദ്ദേഹം ആന്റണി സാർ എവിടെ പോയിരിക്കും, അദ്ദേഹം സെക്രട്ടേറിയറ്റിലെത്തി. അവിടെ ഞാനിത് കൊണ്ടുകൊടുത്തു. രണ്ടാമത്തെ രാജി ഭാര്യയുമായി വഴക്കുണ്ടാക്കി ബഹളമായി മുഖമൊക്കെ അടിച്ചു പൊളിച്ചാരോ ആ ഒരു സാഹചര്യത്തിലാണ്. അന്ന് നിലയംപാതയുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നെങ്കിലും ആ വിഷയമായിരുന്നില്ല രാജിയുടെ കാരണം. ഇതൊക്കെ വാസ്തവമായിരിക്കവേ ഗണേഷ് കുമാർ ഇപ്പോൾ എന്തിനാണ് തൻ്റെ രാജിയുടെ പേര് പറഞ്ഞ്, താനും ഭാര്യയും തമ്മിലുള്ള തർക്കത്തിൻ്റെ പേര് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ പുറത്ത് കയറാൻ എത്തിയത് എന്ന് മാത്രം പിടികിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇതുവരെ ഗണേഷ് കുമാറിനുണ്ടായിരുന്ന ആ പിന്തുണ കൂടി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഗണേഷ് കുമാറിനെ തെളിവിളിക്കാൻ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഗണേഷ് കുമാറിൻ്റെ അച്ഛനും ഭാര്യയും സഹോദരിയുമൊക്കെ ഗണേശിനെ അധിക്ഷേപിക്കുന്ന വീഡിയോകൾ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. 2001 ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ, അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ, ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് പത്രത്തിനും TV യിലൊക്കെ വന്നല്ലോ. ഇതിനാന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം, സിസേറിയനാകാൻ പറ്റുകയില്ല. ഞങ്ങളുടെ മന്ത്രി പ്രസവവേദനയോ രാഷ്ട്രീയത്തിൽ ചോരെഴുത്ത് നടത്തിയോ, അവൻ്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിലിൽ കിടന്നോ, അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ചോ, പട്ടിണി കിടന്നോ, തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി 12 മണിക്കും 1 മണിക്കും പാർട്ടി ക്ലാസ് കഴിഞ്ഞ് നടന്നോ, കടത്തിനെ കിടന്നു ഉറങ്ങിയതോ, പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്ന സിസേറിയൻ ബേബിയാണ് രാഷ്ട്രീയത്തിൽ. സിസേറിയൻ കഴിഞ്ഞാൽ വന്നേ, സുഖപ്രസവമല്ല, വേദനയുള്ള പ്രസവമല്ല. അപ്പോൾ അതിൻ്റെതായ മനോഭാവം രാഷ്ട്രീയക്കാരോട് കാണിക്കും. അതാ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നിൽ മന്ത്രിയാ എനിക്ക് പറ്റിയ ഒരു കൈപ്പഴയാണല്ലോ ഇത് എല്ലാം കൊണ്ടും. ഞാൻ പേടിച്ചിട്ട് വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ബെഡ്റൂമിൽ പോയി കുറ്റിയിട്ടിട്ടായിരിക്കും. ഈ അടിയും പിടിയും എല്ലാം കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, തലയിലെല്ലാം മുഴച്ചു വന്നു, കഴുത്തിലെല്ലാം പാടായിരുന്നു, മൂക്കിൽ ഇടിച്ചിട്ടുണ്ട്, എന്തോ ഒരു സാധനം, ഒരു ചെയറിൻ്റെ എന്തോ ഹാൻഡിൽ എന്തോന്ന് പൊട്ടി വന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് അടിച്ചത്. ഇവിടെയെല്ലാം പാടുകളും ഇവിടെയും
എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ബാക്കിലൊക്കെ നീലിച്ച്, കയ്യിലിവിടെ നീലിച്ച് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ വേദനയൊക്കെ തോന്നി. ഫിസിക്കൽ വേദന അപ്പോഴാണ് വന്നത്. അതുവരെ ഞാൻ ആകെ അപ്സെറ്റ്, തകർന്നു പോയതിൻ്റെ ഒരു അപ്സെറ്റായിരുന്നു. പിന്നെയാണ് ഫിസിക്കൽ വേദന വന്നത്. അപ്പോഴും ഞാൻ എൻ്റെ കൊച്ചു 10 വയസ്സുള്ള ഒരു കുഞ്ഞ് ക്യാൻസർ പേഷ്യൻ്റാണ്. ആ കുട്ടിയുടെ പേരിൽ എൻ്റെ അച്ഛൻ കരുതിയിരുന്ന പൈസ പോലും എടുക്കാൻ സാധിക്കുന്നില്ല. ഇദ്ദേഹം മുടക്കി വെച്ചിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിച്ചപ്പോൾ ഒരു കാരണവശാലും കൊടുക്കരുതെന്ന് പറഞ്ഞു. അതിൻ്റെ സകല റെക്കോർഡ്സും ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് തട്ടിപ്പറിച്ച് വെച്ചിരിക്കുക. സ്വന്തം രക്തത്തിലുള്ള ഒരു കുഞ്ഞ് സിവിയറായ വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ആ കുഞ്ഞിന് ഉള്ള സഹായം നിഷേധിക്കുന്ന ആൾക്ക് എന്ത് മനുഷ്യത്വം? പിന്നെ അതൊരു മനുഷ്യനാണോ? പത്തനാപുരത്തുകാർ ഇത് കാണുന്നില്ലേ? മറുപടി പറയാം. അപേക്ഷിച്ചു, ഒരു സ്ഥലമോ ഒരു സ്വത്തോ ഒന്നും വേണ്ട, ഞങ്ങൾ കേസെല്ലാം പിൻവലിക്കാം, പക്ഷേ ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കണം എന്ന്. ചെയ്യില്ല എന്ന് തീർത്തു. ഒരു പൈസ പോലും തരില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അവതാരമല്ല, എൻ്റെ അച്ഛൻ. സത്യത്തിൽ ഇതിനൊക്കെ വ്യത്യസ്തമായ സാഹചര്യമുണ്ട്. ആർ ബാലകൃഷ്ണപിള്ളയുടെ അവസാന കാലത്ത് രക്ഷകനായിരുന്നത് ഗണേഷ് കുമാർ ആയിരുന്നു. ഗണേഷ് കുമാർ എപ്പോഴും അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ വിൽപ്പത്രം മാറ്റി എഴുതിയത് പോലും. അങ്ങനെ മാറ്റി എഴുതിയതിൻ്റെ പേരിലാണ് സഹോദരി ബഹളം വെച്ചത്. സഹോദരി പറയുന്നത് നുണയുമാണ്. കാരണം സഹോദരിക്ക് കോടാനുകോടി രൂപയുടെ സ്വത്തുള്ളതാണ്. മകനെ ചികിത്സിക്കാൻ കാശില്ല എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം കുടുംബക്കാർ പോലും ഇങ്ങനെയാണല്ലോ പറയുന്നത് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടും. സോഷ്യൽ മീഡിയയിൽ വിമർശന കൊടുങ്കാറ്റാണ്. ബൈജു സ്വാമി എഴുതുന്നു, കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ഏറ്റവും നെറികെട്ട കൂതറ ജന്തു എന്തെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, പത്തനാപുരം ഗണേശൻ. ലോകത്തുള്ള സകല പടക്കങ്ങളെയും മന്ത്രിമന്ദിരം മുതൽ ഉൾക്കാട്ടിലെ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിൽ വരെ കൊണ്ടുപോയി രതിനടനം ആടുന്ന സിനിമാ താരം. ഈ നാറിയെ മാറി മാറി വരുന്ന ഭരണത്തിൽ 2 മിനിറ്റുകളിൽ 2 മുന്നണികളിലും കാണാം. അതിന് കാരണം പഴയ നായർ മാടമ്പി എന്നതും പെരുന്നയിലെ പോപ്പിൻ്റെ ചീരയലക്കുന്ന ചീലാളി എന്ന ലേബൽ ഉള്ളതുകൊണ്ടുമാണ്. ഇന്നലെ ആ പരനാറി കേരളത്തിലെ സകല മനുഷ്യരോടും കരുണയോടെ പെരുമാറിയ ചാണ്ടി സാറിനെ കുറിച്ച് പുലഭ്യം പറയുന്നത് കേട്ടപ്പോൾ കൊങ്ങികളോട് വെറുപ്പ് തോന്നി. ആ നാറി ചെറ്റപ്പൊക്കാൻ നടന്നപ്പോൾ ഏതോ ഒരുത്തിൻ്റെ അടികൊണ്ട് അലുമിനിയം പാത്രം ചുളുങ്ങുന്നത് പോലെ ചോരയൊലിപ്പിച്ച് നടന്നപ്പോൾ സ്വന്തം ഭാര്യ ഡൊമസ്റ്റിക് വയലൻസിനും ദുർനടപ്പിനുമെതിരെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ അവൻ അകത്തു പോകട്ടെ എന്ന് കരുതാതെ രക്ഷപ്പെടുത്തി ചാണ്ടി സാറിനെ അപമാനിക്കുമ്പോൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്ത കൊങ്ങി നേതാക്കളോട് എന്തു പറയാൻ? ഒരു ചെറിയ പാർട്ടിയെ RSP പോലും ഷിബുവിനെ വ്യക്തിഗത ചെയ്യാൻ ഗണേശൻ നോക്കിയപ്പോൾ കൈകാര്യം ചെയ്തിരുന്നു ഓർക്കണം. ഈ സാമൂഹിക വിരുദ്ധനെ കുറിച്ച് അവൻ്റെ അപ്പൻ പരസ്യമായി ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞത് എല്ലാവരും ഓർക്കുക. അയാളെ കർണത്തടിക്കുന്ന ചെറ്റയായിരുന്നു അവൻ. അപ്പോൾ ചാണ്ടി സാറിനെ ഇവൻ അപമാനിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സ്വന്തം തന്തയെ തല്ലി വളർന്നവൻ്റെ അന്ത്യം അവൻ്റെ പുറംപണി കരാറിലെ ഏതെങ്കിലും ഒരു തന്തയില്ലാത്തവൻ്റെ അടികൊണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. മിക്കവാറും അത് സൂര്യ തേജസ്സുള്ള അതിജീവിതയിൽ ഉണ്ടായവൻ്റെ കൈകൊണ്ടാകും. കാലവും കാലനും ധർമ്മദൈവങ്ങളാണെന്നല്ലോ ഭാരതീയ സങ്കല്പം. വല്ലാത്ത രോഷത്തോടു കൂടിയാണ് ബൈജു സ്വാമി ഇങ്ങനെ എഴുതിയത്. ബൈജു സ്വാമിയുടെ വികാരം ഇതാണെങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? ജിക്കോ ജേക്കബ് എന്ന ഉമ്മൻചാണ്ടിൻ്റെ മുൻ ജീവനക്കാരൻ എഴുതുന്നു, ഞാനൊരു കഥ സൊല്ലാട്ടമേ. ഒരിടത്തൊരു കാര്യസ്ഥൻ പരസ്ത്രീ ബന്ധത്തിന് പേരിൽ ഭാര്യ കാര്യസ്ഥനുമായി വഴക്ക് പിടിക്കുന്നു. 2 പേരും തമ്മിൽ പൊരിഞ്ഞതല്ലേ. നിവൃത്തികെട്ട ഭാര്യ കാര്യസ്ഥന് മുഖം മാന്തി കീറി കേട്ടോ. പുറലോകം കാണാതെ കാര്യസ്ഥന് ഒളിച്ചു നടന്നു. കുടുംബ മീറ്റിംഗിൽ വരാതെയായി. ഭാര്യ കേസിന് പോകുമെന്നായി. കേസ് വന്നാൽ ഭാര്യയെ ശാരീരിക ആക്രമണം നടത്തിയതിന് കേസ് വരും, അറസ്റ്റ് ചെയ്യും എന്നായി. കൊല്ലത്ത് നിന്ന് കുടുംബത്തിൽ തന്നെയുള്ള ഒരു മധ്യസ്ഥൻ വന്നു. ഒത്തിരി പരസ്ത്രീ ബന്ധമുള്ള കാര്യസ്ഥനെ ഭാര്യയ്ക്ക് വേണ്ട, അവർക്ക് വേർപിരിയണം. മധ്യസ്ഥൻ കാര്യസ്ഥന് വേണ്ടിയും മറ്റ് 2 പേർ കാര്യസ്ഥന് ഭാര്യയ്ക്ക് വേണ്ടിയും ചർച്ചയ്ക്ക് വന്നു. കുടുംബക്കാരനവർ ഓടി നടന്ന് അവശനായി രാത്രി വൈകി വന്ന് പുലരും വരെ നീണ്ട മധ്യസ്ഥ ചർച്ച. കാരണം അവരുടെ ഭാര്യ, ഈ മനുഷ്യന് വേറെ പണിയൊന്നുമില്ലേ, കിടന്നുറങ്ങാൻ പറയുന്നുണ്ട്, ഞാൻ സാക്ഷി. അങ്ങനെ കാര്യസ്ഥൻ്റെ പിള്ളേർക്കും ഭാര്യയ്ക്കുമുള്ള വീതം വെപ്പ്. വീതം വെച്ചത് ഞാനുണ്ടാക്കിയ സ്വത്തെന്ന് കാര്യസ്ഥൻ്റെ അപ്പൻ പറഞ്ഞായിരുന്നു. സമാധാന കരാറായി. കാര്യസ്ഥന് ഹാപ്പി. കാരണം അവരെ കെട്ടിപ്പിടിക്കുന്നു. എൻ്റെ എല്ലാം എന്ന് പറയുന്നു. ജയിലിൽ പോകണ്ടല്ലോ എന്നുള്ള ആശ്വാസം ശുഭം. ഈ കഥയ്ക്ക് ഇപ്പോഴുള്ള പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. നാസ് മാംബോയിൽ എഴുതുന്നു, വിവാഹത്തിന് മുൻപ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചെന്നാരോപിച്ച ഗണേഷ് കുമാറെ നിന്റെ തന്ത ബാലകൃഷ്ണപിള്ളയ്ക്ക് ഇതിനൊരു കേസ് കോടതിയിലെത്തി. വിചാരണയുടെ കേസ് ശിക്ഷിക്കുമെന്ന് ഉറപ്പായി. ബാലകൃഷ്ണപിള്ളയുടെ പിതാവ് കീഴൂട്ട് രാമൻപിള്ള മജിസ്ട്രേറ്റ് രഹസ്യമായി കണ്ടു. മകനെ രക്ഷിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഒടുവിൽ മജിസ്ട്രേറ്റ് മകളെ തൻ്റെ മകനായ ബാലകൃഷ്ണപിള്ളയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് വ്യവസ്ഥയിൽ കേസ് വെറുതെ വിട്ടു. അന്നത്തെ വ്യവസ്ഥ പ്രകാരം ഗണേഷ് കുമാർ നിന്റെ തന്ത ബാലകൃഷ്ണപിള്ളയുടെ വിവാഹം നടന്നത്. ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞാൽ നിൻ്റെയല്ല, നിന്റെ തന്തയുടെ കഥ ഞങ്ങളും പറയും. ലോനപ്പൻ നമ്പാടിൻ്റെ ആത്മകഥ, പേജ് 44. അച്ഛൻ വേലി ചാടിയാൽ മകൻ മതിൽ ചാടും. ഇത്തരത്തിലുള്ള അധിക്ഷേപിക്കലുകൾക്ക് ഇരയാവുകയാണ് ഗണേഷ് കുമാർ. ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് ചീലയിൽ ചുറ്റി ഗണേഷ് കുമാർ എന്ന് പറയുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല.